നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നീറ്റ് യു ജി തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാഹുൽ ഗാന്ധിക്ക് കള്ളങ്ങളുടെ കണക്ക് കൃത്യമായി മനസ്സിലാകുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും എന്നാൽ അത് ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നും പ്രധാൻ തുറന്നു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തെളിവ് ഹാജരാക്കാൻ സുപ്രീം കോടതി തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. എന്നാൽ കേന്ദ്രത്തിനെതിരെയുള്ള ഹർജിക്കാർക്ക് വെറുതെ ഡയലോഗ് അടിക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കുന്നില്ല. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്ത് വന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും ഹാജരാക്കാനില്ലാഞ്ഞിട്ടും അനാവശ്യമായി സഭയുടെ സമയം കളയുന്ന വാക്പോരിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും. UPA ഭരിക്കുന്ന കാലത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിലെ തെറ്റായ വ്യവഹാരങ്ങൾക്കെതിരെ നിയമനിർമ്മാണം പോലും നടത്താൻ തയ്യാറാകാത്തവർക്ക് BJPയെ വിമർശിക്കാൻ ഒരു അർഹതയുമില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ തുറന്നടിച്ചു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അന്യായമായ ആചാരങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളും അതിന്റെ കണക്കുകൂട്ടലുകളും വിട്ടുവീഴ്ചകളും നന്നായി മനസ്സിലായിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ 2010 അനീതി നിരോധന ബിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ദുരാചാരങ്ങൾ തടയുന്നതിനുള്ള ബില്ലുകൾ നടപ്പാക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെട്ടത് പ്രധാൻ കൂട്ടിച്ചേർത്തു. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കാൻ നിയമം കൊണ്ടുവരാൻ കോൺഗ്രസ് വിസമ്മതിച്ചത് എന്ത് നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന നാളുകളിലാണ് പൊതുമത്സര പരീക്ഷകൾ കുറ്റമറ്റതാക്കാനുള്ള ബില്ല് കേന്ദ്രം പാർലമെന്റിൽ വെച്ചതും പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മാർഗങ്ങൾ ആക്ട് 2024 പാസാക്കിയതും പരീക്ഷയിൽ കോപ്പിയടിക്കുന്നതും തെറ്റായ രീതിയിൽ ഇടപെടുന്നതിനും എതിരെ അതിശക്തമായ വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പൊതുപരീക്ഷയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി നിശ്ചിത സമയത്തിനു മുമ്പുള്ള ഒരു പ്രത്യേക പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ചോർച്ചയും പരീക്ഷാ ഹാളുകളിലേക്ക് അനധികൃത വ്യക്തികളുടെ പ്രവേശനവും നിയമം അനുവദിച്ചിരുന്നില്ല. പൊതുപരീക്ഷകളിലെ കോപ്പിയടി തടയുകയാണ് നിയമം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നീറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി കോപ്പിയടിക്ക് ഒരു സാധ്യതയും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാകണം ബീഹാറിലെ ചില സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് മുതിർന്നുവെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ പോർ കടുത്തിരുന്നു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തട്ടിപ്പിലേക്ക് മാറിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചപ്പോഴാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് തെളിവില്ലെന്നും ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ മാത്രം മറുപടി പറയാനേ സർക്കാരിന് ബാധ്യതയുള്ളൂവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തിരിച്ചടിച്ചത്. പ്രതിലോമ രാഷ്ട്രീയം കളിക്കുന്ന ചില കക്ഷികൾ പാർലമെന്റിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രിയും വിമർശിച്ചിരുന്നു. നീറ്റ് പരീക്ഷയ്ക്കെതിരായ പരാതിയിൽ CBI അന്വേഷണം നടക്കുമ്പോൾ ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് പറഞ്ഞ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ 7 വർഷത്തിനിടെ ചോദ്യപേപ്പർ ചോർന്നതിന് ഒരു തെളിവുമില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു. നീറ്റ് UG പരീക്ഷ റദ്ദാക്കില്ലെന്നും പുനഃപരീക്ഷകൾ ആവശ്യമാണെന്നുമുള്ള സുപ്രീം കോടതി വിധി സത്യത്തിന്റെ വിജയമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കോടതി വിധിയോടെ സത്യാവസ്ഥ പുറത്തു വന്നെന്നും വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പരീക്ഷാ സമ്പ്രദായത്തെ തട്ടിപ്പാണെന്ന് വരെ ആരോപിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലെ വരെയുള്ള സമീപനം അദ്ദേഹത്തിന്റെ മാനസിക നില തെളിയിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.